പ്രാർത്ഥിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം, ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 17 അതിൻ്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് 1-2 ചിന്തകൾ ഇന്ന് പകൽ നമുക്ക് ചിന്തിച്ചതിന് ശേഷം ദൈവസന്നിധി താണിരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് സാമുവേൽ 17 വേഴ്സസ് 28 ഒന്ന് വായിച്ച് സഹായിച്ച്. ആ ആ ആ നീ ഇവിടെ എന്തിനു വന്നു? ഹിന്ദി വായിച്ച്. ഹിന്ദി. जब दाऊद उन मनुष्यों से बातें कर रहा था तब उसका बड़ा भाई एलीआब सुन रहा था और एलीआब दाऊद से बहुत क्रोधित होकर कहने लगा, तू यहाँ क्यों आया है? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന സന്ദേശത്തിന് ഞാൻ പേരിട്ടിരിക്കുന്നതാണ്, നീ എന്തിന് ഇവിടെ വന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. और आज सुबह के समय पवित्र आत्मा ने जो वचन मुझे दिया है, उस वचन का शीर्षक मैंने इस प्रकार डाला है कि तू यहाँ क्यों आया है. എൻ്റെ ചില മെസ്സേജുകൾ ദൈവസഭയ്ക്ക് ഞാൻ കൈമാറുമ്പോൾ അതിന് ഞാനൊരു ടൈറ്റിൽ കൊടുത്തിട്ടാണ് ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. और कई बार मैं जब अपनी कलीसिया में प्रचार करता हूँ तो मेरे प्रचार के शीर्षक मैं पहले देता हूँ, तभी मैं अपनी कलीसिया को प्रचार करता हूँ. ചോദിക്കുന്ന ചോദ്യചിഹ്നം ഇതാ, നീ എന്തിന് ഇവിടെ വന്നു? और यहाँ पे प्रश्न चिन्ह जो है वो ये है कि तू यहाँ क्यों आया है. ഇന്ന് പകൽ നീ എന്തിന് ഡൽഹിയിൽ വന്നു? और आज सुबह के समय आप दिल्ली में क्यों आए हैं. നീ ഇന്ന് പകൽ എന്തിന് ഈ മഹനേദാൻ ദൈവസഭയിൽ വന്നു? और आज सुबह आप ये महीन्य दान जो कलीसिया है इसमें क्यों आए हैं. എന്തിന് സാമുദായിക ചുറ്റുപാടുകൾ വിട്ടുകൊണ്ട് യേശുവിനെ അറിയാൻ നീ ഇറങ്ങി തിരിച്ചു? और क्यों आप अपने जो है समाज को छोड़कर यीशु को जानने के लिए जो है निकल गए हैं. ഇന്ന് പകൽ നീ എന്തിന് ഇവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നത്തെ എൻ്റെ സന്ദേശം. और आज आप यहाँ क्यों आए हैं उसका उत्तर है परमेश्वर का ये वचन. ഞാൻ കഴിഞ്ഞ രാത്രി വചനവുമായി ഒരുപാട് സമയം ദൈവസന്നിധിയിലിരുന്നു. और पिछले रात मैंने इस वचन को लेकर काफी समय तक मैं बैठा रहा. കാരണം മുൻ ദിവസങ്ങളിലെ ചില മാനസിക പ്രയാസങ്ങൾ എന്നെ വചനധ്യാനത്തിലേക്ക് ഒന്ന് ഇരുത്തുവാനിടയായി തീർന്നു. और मैं इसलिए बैठा था क्योंकि पिछले दिनों जो मैंने मानसिक यथा अनुभव की थी उसके कारण मैं इसमें बैठा था. ശുശ്രൂഷയിൽ മനസ്സ് മടുത്ത ചില നിമിഷങ്ങൾ ഉണ്ടായി. और सुसमाचार करते हुए कई बार मेरा मन दुखी हो गया. ऐसे क्षण കൂടെ ആരുമില്ല എന്നൊരു തോന്നലുകൾ ജീവിതത്തിൽ വന്നു. और कोई मेरे साथ नहीं है ऐसी चिंता मेरे मन में आ गई. എൻ്റെ ഈ വിഷയത്തിന് എവിടെ ഒരു പരിഹാരം കാണുമെന്നുള്ള ചിന്ത ജീവിതത്തിൽ വന്നു. और मेरी इस बात में कहीं उत्तर कहाँ मिलेगा इसके विषय में मुझे चिंता हुई. അപ്പൊ എന്നോട് എൻ്റെ കർത്താവ് ചോദിച്ചത്, നീ എന്തിന് ഇവിടെ വന്നു? तब मेरे परमेश्वर ने मुझसे ये प्रश्न किया कि तू यहाँ क्यों आया है. ആ ചോദ്യം ഈ വചനത്തിൽ കൂടെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സംസാരിക്കും. और वो प्रश्न इस वचन के जो है तौर पे पवित्र आत्मा ने मुझसे बात किया. പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടങ്ങളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതിന്റെ നടുവിൽ വചനത്തെ ധ്യാനിപ്പാൻ ലഭിക്കുന്ന സമയങ്ങൾ ഏറ്റവും വലുതായി കാണണം. और विपरीत परिस्थितियों में हम सभी रहते हैं, लेकिन उस समय भी परमेश्वर के वचन को पढ़ने के समय को हम ढूंढे. ഇവിടെ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയെ നമുക്ക് നന്നായിട്ട് അറിയാം, ദാവീദിന്റെ മൂത്ത സഹോദരനാ. और यहाँ ये प्रश्न कौन कर रहा है उसको भली भांति हम जानते हैं, वो दाऊद का बड़ा भाई है. ചോദ്യം ചോദിക്കുന്ന വ്യക്തി തന്നെ അതിന് ഉത്തരം പറയുന്ന ഒരു വാക്യം. और जो प्रश्न पूछ रहा है वो ही उसका उत्तर बता रहा है, ऐसा एक वाक्य है. ചോദ്യം ചോദിക്കുന്നത് ഏലിയാബാണ്. और जो प्रश्न पूछ रहा है वो एलीआब पूछ रहा है. ആ ചോദ്യത്തിന് നടുവിൽ തന്നെ അവൻ അതിന് ഉത്തരം കൊടുക്കുക. और उस प्रश्न के बीच में ही वो उसका उत्तर बता रहा है. ഒന്ന് വായിച്ചാട്ടെ. നീ എന്തിനാ ഇവിടെ വന്നു? കണ്ടിന്യൂ. ആ ആ ആ ആ ആ നീ എന്തിനിവിടെ വന്നു എന്ന് ചോദിക്കുന്ന വ്യക്തി ആ ചോദ്യം കഴിയുമ്പോൾ തന്നെ ഉത്തരം പറയുക, നീ ഇവിടെ നടക്കുന്ന പട കാണാനല്ലേ നീ ഇവിടെ വന്നത്. और जो व्यक्ति यहाँ प्रश्न कर रहा था वो इस प्रश्न के अंत में ही उत्तर देते हुए इस प्रकार कहता है
तू तो लड़ाई देखने के लिए यहाँ आया है। ഇന്നത്തെ ഈ ചോദ്യം നീ എന്തിന് ഇവിടെ വന്നു എന്നുള്ള ചോദ്യം നിങ്ങളിലേക്ക് ഞാൻ എറിഞ്ഞു തരികയാ. ഇന്ന് പകൽ അവരവരിവിടെ ഇരിക്കുമ്പോൾ ഓർത്തോ, ഈ ചോദ്യം നിങ്ങളുടെ അകത്ത് കയറുമ്പോൾ യഥാർത്ഥത്തിൽ നീ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. और ये जो है यहाँ पे जो प्रश्न है वो मैं आपसे हालेलुया. पूछना चाहता हूँ, और जब ये प्रश्न आपको समझ में आ जाएगा तो आप सच में परमेश्वर की स्तुति आराधना कर पाएंगे। നീ എന്തിന് ഈ ആരാധനാലയത്തിൽ വന്നു, നീ എന്തിന് ഈ പട്ടണത്തിൽ വന്നു, നീ എന്തിന് ഈ ദൈവത്തെ അറിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് ഇന്ന് പകൽ ഈ ചോദ്യം അവരവരോട് തന്നെ ചോദിക്കുമ്പോൾ അറിയാതെ നാം ദൈവത്തെ സ്തുതിക്കും. എന്റെ ദൈവമേ, ഞാൻ പട കാണാൻ വന്നവല്ല, പടക്കളത്തിൽ ജയിക്കാൻ വന്നവനാ. और जब आप ये प्रश्न जो यहाँ लिखा है कि तू यहाँ क्यों आया है, तू इस नगर में क्यों आया है, तो तू यही बोलेगा कि मैं लड़ाई देखने नहीं आया परमेश्वर, बल्कि मैं लड़ाई पर जय प्राप्त करने के लिए आया हूँ। ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളോടും ചോദിക്കുകയാ, സഹോദരി സഹോദര, നീ എന്തിന് ഇവിടെ വന്നു? और आज सुबह के समय पवित्र आत्मा हर एक भाई बहन से ये पूछ रही है कि आप लोग यहाँ क्यों आए हैं। ദൈവദാസന്മാരോട് എന്നോട് ഉൾപ്പെടെ ദൈവാത്മാവ് പറയുകയാ, സഹോദര ദൈവദാസനെ, എന്തിന് നീ ഈ പട്ടണത്തിലേക്ക് വന്നു? और परमेश्वर के दास मुझसे भी प्रभु की आत्मा ये पूछ रही है कि हे दास, तू इस नगरी में क्यों आया है। ഇന്ന് പകൽ വിശ്വാസിയെ, ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിച്ചേ, ഞാൻ എന്തിനോ ഇവിടെ വന്നത്? और इस सुबह के समय हे विश्वासी, इस प्रश्न को अपने से खुद पूछ ले कि तू यहाँ क्यों आया ഞാൻ ഈ है। സന്ദേശം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്റെ കണ്ണുകൾ നിറയുവാൻ തുടങ്ങി. കാരണം എന്താണെന്ന് അറിയാമോ? എന്റെ ആദ്യകാലങ്ങൾ നന്നായി അറിയാവുന്നവർക്കറിയാം. ജീവിതത്തിൽ പരിശോധനകളും ആശങ്കകളും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളോ കാതുകളിൽ മുഴങ്ങിയപ്പോൾ മടങ്ങി പോകണമെന്ന് ചിന്തിച്ചു. ദൈവം എന്നോട് പറഞ്ഞ ചോദ്യം ഇതാ, നീ എന്തിനിവിടെ വന്നു? और जो लोग मुझे जानते हैं उन्हें भली भांति पता है कि मेरे जीवन में भी ऐसी विपरीत अनेक परिस्थितियां आई थी जब मैं पीछे मुड़कर जाने वाला था, लेकिन तब पवित्र आत्मा ने मुझसे कहा कि तू यहाँ क्यों आया है। നാട്ടിലെ മലയോര ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും മറ്റിതര സ്റ്റേറ്റുകളിൽ നിന്നും ജനിച്ചു വളർന്ന എനിക്കും നിങ്ങൾക്കും ഈ പട്ടണത്തിൽ വന്നത് മാത്രമല്ല, ഈ ആരാധനാലയത്തിന്റെ സ്റ്റെപ്പുകൾ കയറി ഇതിനകത്ത് വന്നിരിക്കാൻ പറ്റിയെങ്കിൽ ഒറ്റ ചോദ്യം ചോദിക്കണം, ഞാൻ എന്തിനിവിടെ വന്നു? और हम जो केरल के जो गांव से हम आए हैं, पहाड़ों से जो गिरे हुए ऐसे गांव से जब हम यहाँ आए हैं इस नगरी में, इस दिल्ली शहर में, और यहाँ के जो कलीसिया की सीढ़ी चढ़कर आए हैं, तो प्रभु की आत्मा पूछती है तू यहाँ क्यों आया है। ഇവിടെ ദാവീദിനെ തന്റെ പിതാവ് വിളിച്ചിട്ട് പറയുക, മൂത്ത സഹോദരന്മാര് 3 പേരും ശൗലുമൊക്കെ പട പൊരുതാൻ വേണ്ടി അവർ പോയിട്ട് ചില ദിവസങ്ങളായി. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കുറച്ച് ആഹാരമൊക്കെ കരുതി അവരെ അന്വേഷിക്കാൻ വേണ്ടി പോകണം. और यहाँ पे जो है दाऊद के पिता कह रहे हैं कि तुम्हारे जो बड़ा भाई है और शाऊल वगैरह जो सब है वो लड़ाई करने के लिए चले गए हैं, तो उनके लिए थोड़ा सा खाना लेकर आप जाए। ഇവരെ പോയെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ 3 പേർക്കും ആരോഗ്യപരമായ പൊതിയുമൊക്കെ കെട്ടി അപ്പൻ ഇളയ മകനെ പ്രാർത്ഥിച്ചു വിട്ടു. और जो है उन लोगों को आप जो है देखना जाके उनके लिए अच्छा आहार का जो है भोजन वगैरह बना के उसके पापा ने वहाँ पे दिया है। ഈ ലോകത്തിലെ അപ്പന്റെ ചിന്ത ഇതായിരുന്നു, ഈ പട പൊരുതാൻ പടക്കളത്തിൽ നിൽക്കുന്ന സഹോദരന്മാർക്ക് ഭൗതിക ആഹാരം കൊണ്ട് കൊടുക്കണമെന്നുള്ളതായിരുന്നു ജനിപ്പിച്ച അപ്പന്റെ ഇഷ്ടം. और जिस पिता ने जन्म दिया था उस पिता की यही इच्छा थी कि जो लड़ाई करने के लिए मेरे बालक जा रहे हैं उनके लिए जो है पोषण देने के लिए मैं भोजन को दूं। എന്നാൽ വിളിച്ചിറക്കി അപ്പന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാമോ? ആഹാരം കൊടുത്തിട്ട് മടങ്ങി വരണമെന്നല്ല, ആ പടക്കളത്തിലേക്ക് ഇവനെ ഒറ്റയ്ക്കിറക്കി നിർത്തണമെന്നായിരുന്നു സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം. लेकिन जो स्वर्गीय पिता जो उसको वहाँ लेके गया, उसकी इच्छा यही थी कि वो जो है दाऊद जो गया है वो अकेले वहाँ जाके लड़े। ഒരു മലയുടെ ഒരു ഭാഗത്ത് ഇസ്രായേലും ഒരു ഭാഗത്ത് ഫെലിസ്ത്യരുമായി നിന്ന് ഇരുഭാഗത്തും വളരെ ശക്തമായിട്ടുള്ള ആക്രോശങ്ങൾ നടക്കുകയാണ്. और एक पहाड़ के एक तरफ इस्राएली और दूसरी तरफ फिलिस्ती, दोनों बहुत ही सामर्थ्य भरा एक शक्तिशाली युद्ध वहाँ चल रहा था। 8ാമത്തെ വാക്യം ഒന്ന് വായിച്ചത്, verse 8.
17:8. ആ ആ ആ ആ ആ ആ ഇവിടെ നിൽക്കുന്ന മല്ലനായ ഗോലിയാത്ത് അവിടെ നിൽക്കുന്ന ജനങ്ങളോട് പറയും, നിങ്ങൾ എല്ലാവരും കൂടെ എന്തിനാണ് എന്നോട് പടപൊരുതാൻ വരുന്നത്? നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരുവനെ മാത്രം എൻ്റെ അരികിലേക്ക് ഇറക്കി വിടും. और यहाँ पे जो गोलियत इस तरह से बोल रहा है कि मैं जो है आप लोग सब मेरे ऊपर क्यों चढ़ रहे हो, बल्कि आप लोग एक व्यक्ति को चुन लो जो मुझसे युद्ध कर सके. ഞാൻ ഈ പറയുന്നത് ചരിത്ര ഭാഗങ്ങളാണെങ്കിലും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആത്മീക ദൂത് നിങ്ങൾ മനസ്സിലാക്കിക്കണം. और मैं जो ये बोल रहा हूँ वो इतिहास में से बोल रहा हूँ, लेकिन इसमें जो है आत्मिक दूध है. ഈ ഗോലിയാത്ത് പറയും, നിങ്ങൾ കൂട്ടം കൂടി ഒരുമിച്ച് എന്തിനാ എന്റെ നേരെ വരുന്ന? ഒറ്റയ്ക്കൊന്ന് വന്നേ, ഒറ്റയ്ക്ക് ഒരുവനെ ഒന്ന് വിട്ടേ. कह रहे हैं कि आप पंक्ति बना के मेरे ऊपर क्यों आ रहे हो, बल्कि आप अकेला जो है मेरे से युद्ध करने के लिए किसी को भेज दो. ദൈവം പ്രകാശിപ്പിച്ച ആത്മീക ദൂത് നിങ്ങളോട് പറയാം. और परमेश्वर की आत्मा ने जो प्रकाश किया കൂട്ടത്തിൽ നിൽക്കാൻ ഒരുപാട് പേര് കൂടെ കാണും. और झुंड में खड़े होने के लिए बहुत सारे लोग होंगे. ഒരുമിച്ച് നിൽക്കാൻ ഒത്തിരി പേര് കൂടെ കാണും. और एक साथ खड़े रहने के लिए बहुत सारे लोग होंगे. എന്നാൽ പ്രതികൂലത്തിന്റെ നടുവിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്നവൻ അഭിഷേകമുള്ളവൻ. लेकिन विपरीत परिस्थितियों के बीच में अकेला खड़ा होने वाला प्रभु का अभिषेक होता है. ദാവീദ് നോക്കിയപ്പോൾ സഹോദരന്മാരെല്ലാം ചുറ്റുമുണ്ട്. और दाऊद ने जब देखा उसके भाई चारों ओर खड़े थे. ഇസ്രായേൽ ജനങ്ങൾ തന്റെ ചുറ്റുമുണ്ട്. और इस्राएली उसके चारों ओर खड़े थे. കൂടെ നിന്ന് തെള്ളാൻ ഒരുപാട് പേരുണ്ട്. और पास खड़े होकर धकेलने के लिए बहुत सारे लोग എന്നാൽ हैं. പടക്കളത്തിലിറങ്ങാൻ ധൈര്യമുള്ള ഒറ്റൊരുത്തനില്ല. लेकिन युद्ध के जो है भूमि में आने के लिए कोई भी एक धैर्यशाली व्यक्ति ഈ नहीं था. ലോകമതല്ലേ നിന്നെ പുറകിൽ നിന്ന് തള്ളാനും കൂട്ടത്തിലേക്ക് ഇറക്കി വിടാനും ഒക്കെ ഒത്തിരി പേര് കാണുമ്പോൾ ഇന്ന് പകൽ അഭിഷേകമുള്ള ദൈവമേതനോട് പറയാം, പടക്കളത്തിൽ ഒറ്റയ്ക്കിറങ്ങാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുന്നവന്റെ കരുത്ത്. और जो है ये दुनिया हालेलुया. में इस प्रकार होती है जो आपको धकेल देती है, लेकिन प्रार्थना करने वाला व्यक्ति ही युद्ध में खड़ा हो सकता है अकेला. ഇവിടെ കണ്ടോ, ദാവീദിനോട് ഒറ്റയ്ക്കിറങ്ങാനുള്ള ഒരു വെല്ലുവിളി ദാവീദിന്റെ കാതുകളിൽ കൂടെ തുളച്ചു കയറി. और यहाँ पे दाऊद को जो है इस प्रकार एक लंकार मिला के वो अकेला ही वहाँ पे खड़ा हो जाए. ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി, നീ എന്തിനാ ഇവിടെ വന്നേ? और पहले प्रश्न ये है कि आप यहाँ क्यों आए हैं. ഉത്തരം, ഒന്നാമത്തെ ഉത്തരം, ആൾക്കാരുടെ ഇടയിൽ ഒളിക്കാനല്ല, ഒറ്റയ്ക്ക് നിന്ന് പോരാടാനാ. और ये उसका उत्तर यही है कि परमेश्वर के जो दूसरे लोगों के साथ खड़े होने के लिए नहीं, बल्कि अकेला खड़े होने के लिए. ചോദ്യം, എന്തിനാ നീ ഇവിടെ വന്നേ? और प्रश्न ये है तू यहाँ क्यों आया है. ഒന്നാമത്തെ ഉത്തരം, ആൾക്കാരുടെ ഇടയിൽ ഒതുങ്ങിയിരിക്കാൻ പതുങ്ങിയിരിക്കാൻ അല്ല, ഒറ്റയ്ക്ക് പോരാടാനാ ഞാൻ ഇവിടെ വന്നേ. और लोगों के बीच में छुपे रहने के लिए नहीं, बल्कि अकेला जो है मलयुद्ध करने के लिए आया हूँ. ശൗലിന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. और शाऊल का हाथ कपकपाने लगा. ഏലിയാവിന്റെയും ശമ്മയുടെയും കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. और एलियाब और उसके भाइयों का हाथ कपकपाने लगा. ഈശായുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. और ईशाव का जो है आंखें भर आई. അവൻ ഏലിയാവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒറ്റ ചോദ്യം ചോദിച്ചു. और वो एलियादाब के मुंह पे देख के एक ही प्रश्न पूछ रहा था. ചേട്ടാ, അച്ചായ, നീ എന്നോട് ഒരു ചോദ്യം ആദ്യം ചോദിച്ചില്ലേ? और भाई आपने मेरे से इस प्रकार एक प्रश्न नहीं किया था. നീ എന്തിനാ ഇവിടെ വന്നതെന്ന് आप यहाँ क्यों आए हैं. ആ മുഖത്ത് നോക്കി അവൻ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, और वो अपने हाथों को ऐसे इशारा करते हुए बोलता है, ഞാൻ ഈ പടക്കളത്തിലേക്ക് വന്നത് ഒറ്റയ്ക്ക് പോരാടാനാ. और मैं इस युद्ध के मैदान में अकेला जो നീ है കുടുംബത്തിൽ लड़ाई ഇറങ്ങി करने के തിരിച്ച് लिए ഒറ്റയ്ക്ക് आया हूं. പ്രാർത്ഥിക്കാനാ. और आप परिवार से अकेली प्रार्थना करने के लिए നീ आए हैं. മിനിസ്ട്രിയിൽ ഇറങ്ങി തിരിച്ച് ഒറ്റയ്ക്ക് നിൽക്കാനാ. നീ മിനിസ്ട്രിയിൽ ഇറങ്ങി തിരിച്ച് ഒറ്റയ്ക്ക് നിൽക്കാനാ. और आप मिनिस्ट्री में इसलिए आए हैं ताकि अकेले आप परमेश्वर की सेवकाई करें. മറ്റുള്ളവർ നിന്നെ മാറ്റി നിർത്തിയിട്ടും മറ്റുള്ളവർ നിന്നെ പരിഹസിച്ചിട്ടും ഇന്ന് വരെ നിൽക്കുന്നെങ്കിൽ ഓർത്തോ, ദൈവത്തിന്റെ കരുതലാണെന്ന് തിരിച്ചറിഞ്ഞോണം. दूसरे लोग आपको शायद मजाक बनाते होंगे, लेकिन अभी तक आप खड़े हो, ये परमेश्वर का ही सामर्थ है. രണ്ടാമത് അവനോട് വീണ്ടും ചോദിക്കും, നീ എന്തിന് ഇവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഉത്തരം,
और दोबारा वो पूछ रहे तू यहाँ क्यों आया है? उसका उत्तर, दूसरा उत्तर, ഞാൻ പട കാണാൻ വന്നതല്ല, പട ജയിക്കാൻ വന്നതാ. और मैं लड़ाई देखने नहीं आया बल्कि लड़ाई को जीतने के लिए आया हूँ. ജീവിതത്തിൽ പരാജയപ്പെട്ടവരാരെങ്കിലും ഇതിന്റെ നടുവിൽ നീ വചനം കേൾക്കുന്നെങ്കിൽ, और जीवन में कोई भी जो पराजित हो गया है वो ये वचन अगर सुन रहा है तो, മാതാപിതാക്കളും കൂടപ്പിറപ്പുകളും സഭകളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, और माता पिता और परमेश्वर की कलीसिया और बहुत लोग जो प्रार्थना कर रहे हो लेकिन उत्तर ना मिला हो, ഇന്ന് പകൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇതാ. നീ എന്തിന് ഇവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോണം. ഞാൻ വന്നത് പട കാണാനല്ല, പട ജയിക്കാൻ. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ആരാധനാലയത്തിൽ വന്നത് ഇവിടുത്തെ കൊട്ടും പാട്ടും കാണാനല്ല, ഇവിടുത്തെ കസേരകളി കാണാനല്ല, ഇവിടുത്തെ കളിപ്പീരുകളെ അനുഭവങ്ങളെ കാണാനല്ല. ഞാൻ വന്നത് എന്തിനാണെന്നറിയാമോ? ഇതിനകത്തിരുന്ന് പട ജയിച്ചുകൊണ്ട് എന്റെ വിഷയത്തിന് മറുപടിയുമായി വീട്ടിലേക്ക് പോകാനാണ് ഞാൻ വന്നത്. और यहाँ पे आप कलीसिया में कुर्सी देखने, ये ताली बजाने नहीं आए बल्कि इसलिए आए हैं ताकि आप युद्ध को लड़े और जीत के जा पाए. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. ഒന്നാമത്തെ ഉത്തരം, ഞാൻ ഇവിടെ വന്നത് സ്തോത്രം പട കാണാനല്ല, പട ജയിക്കാനാ ഞാൻ ഇവിടെ വന്നത്. और पहला यही उत्तर है, मैं लड़ाई देखने नहीं आया बल्कि लड़ाई को जीतने के लिए आया हूँ. രണ്ടാമനോ കേൾക്കുവാനിടയായി തീർന്നു. കൂട്ടം കൂടി നിന്ന് പകച്ചു നിന്ന് ഭയപ്പെട്ട് നിൽക്കാനല്ല, ഒറ്റയ്ക്ക് നിന്ന് പോരാടാനാ ഞാൻ ഇവിടെ വന്നത്. और मैं झुंड में डरने के लिए नहीं आया बल्कि अकेला खड़े होकर लड़ने के लिए आया हूँ. വെറുതെ ഇറങ്ങിയതല്ല ദാവീദ്. और वैसे ही नहीं निकला था दाऊद. കയ്യിലൊരു 3 ചോറും പൊതി ഉണ്ടായിരുന്നു. और उसके हाथ में जो है चावल के जो है 3 उसने जो है लंच बॉक्स तैयार किया था. സൗലിന് പാൽക്കട്ടയും ഒക്കെ ആയിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചത്. और जो है वो दूध वगैरह लेके, भोजन की वस्तुएं लेके निकला था घर से. ഇതൊക്കെ ഉണ്ടെങ്കിലും ദാവീദിന്റെ അകത്ത് വ്യാപരിച്ച് എന്നറിയാമോ? ഞാൻ ഇത് കഴിച്ചിട്ട് അവര് കഴിക്കുന്ന കണ്ടിട്ട് വീട്ടിൽ പോകാനല്ല, ആര് എന്റെ യേശുവിന്റെ നാമത്തെ അവിടെ നിന്ന് നിന്ദിക്കുന്നോ അവനെ തീർത്തട്ടെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകത്തുള്ളൂ. और दाऊद के मन में ये नहीं था कि मैं ये भोजन उनको दूंगा और वो किस प्रकार खा रहे ये देखूंगा, बल्कि जो मेरे यीशु मसीह के नाम की निंदा करेगा उसको जो है पराजित कर कर ही मैं लौटूंगा. രാത്രി പകൽ ഓർത്തു, ഞാൻ ജയിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. और आज रात के समय ये सोच ले कि हम जीतने के लिए निकले ഞാനും എന്റെ കുടുംബവും ജയിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. और मैं और मेरा परिवार जीतने के लिए निकला എന്റെ है. പഠനം ജയിക്കാൻ വേണ്ടിയുള്ള പഠനമാണ്. और मेरी पढ़ाई जीतने के लिए पढ़ाई എന്റെ है. ശുശ്രൂഷ ജയിക്കാൻ വേണ്ടിയുള്ള और ശുശ്രൂഷ. मेरी मिनिस्ट्री जीतने वाली मिनिस्ट्री എന്റെ है. ആരാധന ജയിക്കാൻ വേണ്ടിയുള്ള ആരാധന. और मेरी आराधना जीतने वाली एक आराधना ഞാൻ है. പരാജയപ്പെട്ട് പുറകോട്ട് മാറത്തില്ല. और मैं पराजित होकर पीछे नहीं मुड़ूंगा. ഞാൻ ഇറങ്ങി തിരിച്ചത് ജയിക്കാൻ വേണ്ടിയാ. और मैं इसलिए निकला हूँ ताकि मैं जीत पाऊँ. നീ വിശ്വാസത്തിൽ ഇറങ്ങിയത് ജയിക്കാൻ വേണ്ടിയാ. और आप विश्वास में इसलिए निकले हैं ताकि आप जीत നീ सके. സമുദായം വിട്ടിതിലേക്ക് ഇറങ്ങിയത് ജയിക്കാൻ വേണ്ടിയാ. और आप समाज को छोड़ के इसलिए आए ताकि आप जीत पाए. നീ ജോലി കളഞ്ഞ് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയത് ജയിക്കാൻ വേണ്ടിയാ. और आपने नौकरी छोड़कर इसके लिए निकले, ये परमेश्वर के द्वारा जय पाने के लिए. വിശ്വാസത്തിൽ വന്ന വെല്ലുവിളികൾ കേട്ട് പരാജയപ്പെട്ടു പോകാനല്ല ഇറങ്ങി തിരിച്ചത്, പടക്കളത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ വേണ്ടിയാ ഞാൻ ഇറങ്ങി തിരിച്ചത്. और विश्वास को सुनकर हालेलुया. आप जो है आपकी परिस्थितियों को देखकर पराजित होने के लिए नहीं बल्कि विश्वास के द्वारा जय प्राप्त करने के लिए आप निकले हैं. അതുകൊണ്ട് സഭായോഗത്തിനകത്ത് വന്നിരിക്കുന്നവരോട് ദൂത് ഞാൻ പറയാം. इसलिए कलीसिया में आए हुए लोगों से एक दूत में कहना चाहता हूँ. നിങ്ങൾ വെറുതെ അല്ല ഇവിടെ വന്നത്. और आप ऐसे ही यहाँ नहीं आए हुए ഒരു പക്ഷേ हैं. ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടാലും, और हो सकता है कि बीच बीच में आपका जो है शांति भंग हो जाए. ഇവിടെ വന്നുവെങ്കിൽ ദൈവം നിന്നെ വെറുതെ വീട്ടിലേക്ക് വിടത്തില്ല. और अगर आप यहाँ आए हैं तो परमेश्वर आपको खाली यहाँ से घर वापस नहीं भेजेगा. ഹല്ലേലൂയ. കൂട്ടത്തിലെ കൂട്ടായ്മകളെക്കാൾ പടക്കളത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്റെ കർത്താവിന് ഇഷ്ടം.
और जो है झुंड में खड़े होने से बढ़कर जो है युद्ध में लड़ने वाले व्यक्तियों से परमेश्वर को प्यार है। കൂട്ടത്തിലിരുന്ന് പാടാൻ പറ്റും, കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, പക്ഷേ പടക്കളത്തിൽ ഒറ്റയ്ക്കിരിക്കുന്നവൻ എന്റെ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. और जो है झुंड में आप गा सकते हैं, झुंड में आप बातें कर सकते हैं, लेकिन युद्ध की भूमि में ही परमेश्वर का कार्य प्रकट कर सकते हैं। അതിന്റെ 45 വാക്യം, നീ എന്തിന് ഇവിടെ വന്നു എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഉത്തരം. 45 വാക്യം. ആ ആ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, നീ എന്തിന് ഇവിടെ വന്നു. और तीसरे जो है उत्तर इस प्रकार है कि तू यहाँ क्यों आया है। ഉത്തരം എന്താ? എന്റെ ദൈവം എന്നെ അയച്ചിട്ട് ഞാൻ ഇവിടെ വന്നു. कि मेरे परमेश्वर ने मुझे भेजा है, इसलिए मैं यहाँ आया हूँ। ആരാ നിങ്ങളെ വിട്ടത്? और किसने आपको भेजा है? ആരെ കണ്ടാ ഇറങ്ങി തിരിച്ചത്? और आप किसको देखकर जो है निकल पड़े हैं? ഭാര്യ പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നത്? पत्नी ने बोला इसलिए क्या आप निकले हैं? ഭർത്താവോ മക്കളോ പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നത്? पति या बच्चों ने बोला है इसलिए आप आए हैं? എങ്ങനെയാണ് ഇവിടെ വന്നത്? ധൈര്യമുണ്ടോ പറയാൻ? और किस प्रकार आप यहाँ आए हैं? आप में धैर्य है ये बोलने का? ദാവീദിന്റെ കൈക്ക് പിടിച്ച് വലിച്ചിട്ട് ചോദിച്ചു, നീ തന്റെ ഇടത്തോടെ പറയാമോ എങ്ങനെയാ നീ ഇവിടെ വന്നത്? और दाऊद के हाथ को खींचते हुए उन्होंने पूछा, क्या आप बोल सकते हैं आप? ദാവീദ് കൈകൾ വിറയ്ക്കാതെ പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്റെ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. और दाऊद बिना कपकपाए सामर्थ्य से बोलता है, मेरे परमेश्वर ने मुझे यहाँ भेजा है। എന്തിനു നീ ഇവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന്റെ മൂന്നാമത്തെ ഉത്തരം, എന്റെ ദൈവമാണ് എന്നെ ഇവിടെ അയച്ചത്. और तीसरा जो है इसका उत्तर कि किसने तुझे यहाँ भेजा है, तू कैसे आया, उसका उत्तर है परमेश्वर ने मुझे यहाँ भेजा है। അതിനകത്ത് ഒരു ആത്മീക ദൂത് നിങ്ങളിലേക്ക് ഞാൻ തരാം. और एक आत्मिक दूत इस वचन से मैं बोलना चाहता हूँ। നിന്നെ അയച്ചവന് നിന്നിലൊരു പർപ്പസ് ഉണ്ട്. और आपको जिसने भेजा है उसका आपके लिए एक पद्धति है। ഈ ലോകത്തിലെ അപ്പന്റെ ആഗ്രഹം ആഹാരം കൊടുത്തിട്ട് വീട്ടിലേക്ക് വരുന്നതായിരുന്നു അപ്പന്റെ ആഗ്രഹം. और इस संसार के पिता की यही इच्छा थी कि आप भोजन देकर वापस घर की ओर लौटे। എന്നാൽ അഭിഷേകം ചെയ്ത അപ്പന്റെ പർപ്പസ് എന്നാണെന്നറിയാമോ? അവൻ തിരിച്ചു വരുന്നത് ജയിച്ചു വരണമെന്നുള്ളതായിരുന്നു. लेकिन अभिषेक किए हुए स्वर्गीय पिता की यही इच्छा थी कि आप जीत कर वापस घर നീ आए। ഇവിടെ വന്നത് നിന്റെ രോഗം മാറാൻ വേണ്ടിയല്ല നീ ഇവിടെ വന്നത്. और आप यहाँ इसलिए नहीं आए ताकि आपकी बीमारी നിന്റെ दूर हो കല്യാണം जाए। നടക്കാൻ വേണ്ടിയല്ല ഇവിടെ വന്നത്. और आपकी शादी यहाँ हो जाए इसलिए नहीं आप നിന്റെ आए। കടഭാരം മാറാനല്ല നീ ഇവിടെ വന്നത്. आपके जो है कर्ज चुक जाए इसलिए आप यहाँ नहीं നിന്റെ आए। വിഷയത്തിന് മറുപടി കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല നീ ഇവിടെ വന്നത്. और आपके विषय का उत्तर मिल जाए इसलिए आप यहाँ नहीं आए। ഇവിടെ വന്നത് എന്നാണെന്നറിയാമോ? എന്റെ ദൈവത്തിന് നിന്നിലൊരു പർപ്പസ് ഉണ്ട്. और आप यहाँ क्यों आए हैं? क्योंकि हमारे परमेश्वर का एक उद्देश्य है आपके ഇന്ന് പകൽ जीवन നിന്റെ में। വിശ്വാസം വർദ്ധിക്കട്ടെ. और आज सुबह के समय तेरा विश्वास वृद्धि करे। യേശുവിനെ നീ അറിഞ്ഞതിലൊരു പർപ്പസ് ഉണ്ട്. और यीशु को आपने जाना है, इसका एक उपदेश है। നീ കുടുംബമായി ഇതിനകത്ത് വന്നിരിക്കുന്നതിനൊരു പർപ്പസ് ഉണ്ട്. और आप जो है अपने परिवार के साथ यहाँ बैठे हैं, इसका एक पर्पस है। ആരും നിന്നെ തള്ളിവിട്ടതല്ല, ഇതിനകത്ത് ദൈവം നിന്നെ അയച്ചിട്ട് വന്നതാ. और किसी ने आपको धकेल कर नहीं भेजा, बल्कि आप परमेश्वर की इच्छा से यहाँ आए हैं। ഇതാണ് ദൈവം എന്തിനിവിടെ വന്നു എന്നുള്ള ഏലിയാവിന്റെ ചോദ്യത്തിന് മൂന്നാമത്തെ ഉത്തരമാണ് നാം ചിന്തിക്കുവാനിടയായി തീർന്നത്. എന്റെ ദൈവം എന്നെ അയച്ചിട്ട് വന്നു. और यही है एली आपकी जो प्रश्न का उत्तर, तू यहाँ क्यों आया है, उसका तीसरा उत्तर यही है कि मेरे परमेश्वर ने मुझे भेजा है। നീ എന്തിനിവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന് നാലാമത്തെ ഉത്തരത്തിലേക്ക് പോകാം. അതിന്റെ 37 വാക്യം 37 വായിച്ചാൽ ആ ആ ഒന്ന് നാലാമതായി നീ എന്തിനിവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ദാവീദ് പറഞ്ഞത്, और यहाँ पे चौथा उसका उत्तर कि तू यहाँ क्यों आया है, उसका उत्तर इस प्रकार दाऊद ने कहा, എന്റെ പിന്നാമ്പുറങ്ങളിലെ ചില സാക്ഷ്യങ്ങൾ പറയാനാ ഞാൻ ഇവിടെ വന്നത്. और मेरे पिछले दिनों के कुछ गवाहियों को बताने के लिए मैं यहाँ आया हूँ। എനിക്കൊരു സാക്ഷ്യമുണ്ട്, അത് മറ്റുള്ളവരോട് പറയാനാ ഞാൻ ഇവിടെ വന്നത്. और मेरे जीवन में कुछ गवाहियां हैं, उनको बताने के लिए मैं यहाँ आया हूँ। എന്താ നിന്റെ സാക്ഷ്യം?
क्या है आपकी गवाही? ഒരിക്കൽ ഞാൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ കൂടെ നടക്കുമ്പോൾ और एक बार मैं जब अपने पिता की भेड़ों को चरा के मैदान में से जा रहा था, ഒരു സിംഹം എന്റെ അപ്പന്റെ ആടിന്റെ മുകളിൽ ചാടി വീണു. तो एक सिंह जो मेरे पिता के भेड़ बकरियों के ऊपर चढ़ गया അതിന്റെ വായിലേക്ക് ഞാൻ കൈയിട്ട വായ കീറിക്കളഞ്ഞു. और उसके मुंह में मैंने हाथ डालकर उसके जबड़े को मैंने फाड़ दिया। ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ആട്ടിടയന്മാരും ആടുകളും ഒന്നിച്ചാണ് മേയാൻ പോകുന്നത്. और जो है भेड़ बकरी लोग जो है वो एक साथ चराने जाते थे। ഒരു 10-30 ആട്ടിടയന്മാരും അവരുടെ കൂടെ ഒരു സഹായിയും അതുപോലെ ആയിരക്കണക്കിന് ആടുകളുമായി ഒന്നിച്ചാണ് ഇസ്രായേൽ മക്കള് ആടുകളെ മേയിക്കാൻ പോകുന്നത്. और इस्राएली के जो लोग भेड़ बकरियों को ले जाते थे, एक चरवाहा और एक सहाई और हजारों भेड़ उनके साथ होती थी। ഈ മറ്റിടയന്മാരെല്ലാം പ്രായമുള്ളവരും അനുഭവമുള്ള ഇടയന്മാരാ, ശ്രദ്ധിച്ചോണേ. और जो चरवाहे इनके साथ होते थे वो उम्र में जो है बहुत ही बड़े होते थे। ഈ ദാവീദ് ഒരു പയ്യനാ, ബാലകനാ. അവനെ കാണാനൊക്കെ കൊള്ളാം, അവന് ഇടയന്റേതായിട്ടുള്ള ലുക്കൊന്നുമില്ല. പക്ഷെ ഇവനും ഈ പ്രായമുള്ള അനുഭവമുള്ള ആട്ടിടയന്മാരോട് ചേർന്ന് നടക്കാൻ തുടങ്ങി. और वो जो दाऊद दिखने में तो बड़ा अच्छा था, सुंदर था और चरवाहे जैसा नहीं लगता था, लेकिन ये भी जो है ये बुढ़े बुढ़े जो चरवाहे जाते थे उनके साथ जाया करता था। ദൂരവേ നിന്നൊരു സിംഹം വരുന്നത് മറ്റാട്ടിടയന്മാര് കണ്ടു. और दूर से एक शेर आ रहा है, ये दूसरे चरवाहों ने देखा। ഈ സിംഹം വരുന്നതുമല്ല, ഈ ആട്ടിടയന്മാരെല്ലാം മരത്തിന്റെ മുകളിലേക്കും ആ മലയിൽ നിന്ന് നോക്കി ഓടി ഒളിച്ചു. और ये जब सिंह आने से पहले ही ये चरवाहे कुछ लोग पेड़ पे चढ़ गए, कुछ लोग पहाड़ों में जा छुपे। ഇവര് ചാടി ഒരു മരത്തിന്റെ മുകളിൽ കയറി താഴോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതമായി മാറി. और जो ये लोग जब पेड़ के ऊपर चढ़ गए थे, नीचे का दृश्य इन्होंने देखा तो इन्हें बहुत ही अद्भुत हुआ। അവൻ മുട്ടുമേൽ ഇരുന്നിട്ട് ആ സിംഹത്തിന്റെ വായിക്കകത്തോട്ട് കൈയിട്ടിട്ട് അതിനെ വലിച്ചു കീറുന്നത് മരത്തിന്റെ മുകളിലുള്ള അനുഭവമുള്ള ഇടയന്മാർ കണ്ടു. और चरवाहे जो पेड़ के ऊपर बैठे हुए थे उन्होंने देखा दाऊद जो है घुटना टेक कर शेर के हाथ में हाथ डालकर उसके मुंह को फाड़ रहा है। സ്തോത്രം. അവരതിന്റെ മുകളിൽ തന്നെ ഇരിക്കുമ്പോൾ അടുത്ത സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? और जब वो पेड़ पे ही बैठे थे तो उन्होंने अगली घटना इस प्रकार देखी। ഒരു വലിയ കരടി ഇങ്ങനെ ഓടി വരികയാണ്. एक बड़ा सा भालू वहां से भागता हुआ आ रहा था। വന്നതുമല്ല, അതിന്റെ കാലിൽ പിടിച്ച് ദാവീദ് തറയിലേക്ക് അടിക്കുന്ന കാഴ്ചയും മരത്തിന്റെ മുകളിൽ നിന്ന് ഈ ആട്ടിടയന്മാര് और കാണുന്നു. भालू पहुंचा नहीं था, उससे पहले उसके पैरों को पकड़कर पटका। ऐसा एक दृश्य भी इन चरवाहों ने देखा था। ഇതെല്ലാം സംഭവിച്ച് ഇവർ താഴെ ഇറങ്ങി വന്നു. और ये सब होने के बाद ये लोग पेड़ पे से नीचे आ ഈ गए ബാലകന്റെ മുൻപിൽ വന്ന് കൈ വിറച്ചുകൊണ്ട് നിന്നു. और इस जो बालक के सामने कपकपाते हुए ये लोग खड़े हुए। അവനോട് ചോദിച്ചു, കുഞ്ഞാ ഇതൊക്കെ നിനക്ക് എങ്ങനെ പറ്റുമോ? और उन जो है वृद्ध लोगों ने, चरवाहों ने इस प्रकार पूछा, हे बच्चे तुझसे ये सब कैसे हो गया? കരടിയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒരു പിടി കിട്ടിയാൽ പിന്നെ കരടി ആ ഭാഗം കൊണ്ടേ പോകത്തുള്ളൂ. പിടിവിടാത്തൊരു മൃഗമാ കരടി. और भालू के बारे में हम जानते हैं, भालू अगर किसी को पकड़ ले तो उस भाग को भी वो नोच लेता है। ऐसा एक जीवी होता है भालू। എന്നാൽ പിടിവിടാത്ത ആ മൃഗത്തെ ഒറ്റ പിടിയിൽ ഒതുക്കി തറയിലടിച്ചവൻ കൊന്നുകളഞ്ഞു. लेकिन जो हाथ नहीं छुड़ाता, ऐसे एक जंतु को दाऊद ने जो है पैर पकड़कर पटक कर और उसने मार डाला। ഇവരെ മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് ബേത്ലഹേമിൽ പോയി ഇസ്രായേൽ മക്കളോടെല്ലാം പറഞ്ഞു, ഞങ്ങളുടെ കൂടെ എന്നും ആടുകളെ മേയ്ക്കാൻ വരുന്നൊരു പയ്യനുണ്ട്. അവൻ ഇന്ന് ചെയ്തതറിയണോ? ഒരു സിംഹത്തെയും ഒരു കരടിയെയും അടിച്ചു കൊന്നു. और वो लोग जो है पेड़ पे से नीचे उतर कर बैतलहम जाके इस्राएलियों से बोला कि हमारे साथ रोज एक बालक हमारे सहाय के रूप में काम करता है। आज उसने एक शेर को और एक भालू को पटक कर मार ഒരു डाला। ദൂത് ഞാൻ പറയാം. നിന്റെ ജീവിതത്തിൽ എന്താണ് അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? और एक दूत मैं आपसे बोलना चाहता हूँ, बार बार आपके जीवन में क्यों इस प्रकार परेशानी हो रही നിന്റെ है? കൂടെ നടക്കുന്നവർക്ക് നീ ആരാണെന്ന് തെളിയാൻ വേണ്ടിയാ. और आपके साथ चलने वालों को आप कौन है ये समझने के लिए। കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. हालेलुया।
ഞാൻ ആ ഭാഗം പറയുമ്പോൾ എൻ്റെ ശരീരം വിറയ്ക്കുകയാ. और ജീവിതത്തിൽ ഒന്നിനു പുറകെ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ആദ്യം ഒരു സിംഹവും പിന്നൊരു കരടിയും വന്നു. അതിനെ രണ്ടിനെയും അടിച്ച് തറയിൽ കൊന്നുകളഞ്ഞു. സ്തോത്രം. അവൻ അങ്ങനെ ക്ഷീണിച്ച് അല്ലെങ്കിൽ വിഷാദിച്ചു നിൽക്കുമ്പോൾ അവൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്തിനാ ഇവിടെ വന്നേ? और कई बार आपके जीवन में भी परेशानियां आती है, जब शेर को और भालू को जब उसने पटक के मारा, और आपने कई बार परमेश्वर से पूछा होगा ये सब मेरे जीवन में क्यों होता है। നിങ്ങൾ ഡൽഹിയിൽ വന്നപ്പോൾ മുതൽ ഇന്ന് വരെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ, അടിക്കടി രോഗങ്ങൾ, ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ ഇന്ന് പകൽ അങ്ങനെയുള്ളവരോട് ഞാൻ ദൂത് കൈമാറി തരാം. നിന്റെ ജീവിതത്തിൽ അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരുടെ മുൻപിൽ നീ ആരാണെന്ന് തെളിയിക്കാനാ. और आप भी इस दिल्ली प्रदेश में जब से आए हो, आपके जीवन में परेशानियां, बीमारियां ये आ रही होंगी, और ये क्यों ऐसे आ रही है? ताकि आपके साथ चलने वालों को मालूम हो जाए कि आपका परमेश्वर कौन है। നീ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ള ചോദ്യത്തിന്റെ നാലാമത്തെ ഉത്തരമാണ് ഞാൻ കേട്ടത്. നിന്റെ പിന്നാമ്പുറങ്ങളിലെ ചില അനുഭവം മറ്റുള്ളവരോട് പറയാനാ നീ ഇവിടെ വന്നത്. और आप यहाँ क्यों आए हैं, इसका चौथा उत्तर ये है कि पिछले दिनों आपके जीवन में जो गवाहियां थी, वो गवाहियों को दूसरे लोगों तक बताने के लिए है। കമ്പനിയിൽ, ജോലിയിൽ, വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അറിയാതെ ഈ ചോദ്യം നിങ്ങളുടെ അകത്ത് തുളച്ചു കയറണം. ഞാൻ എന്തിനാ ഇവിടെ വന്നത്? എൻ്റെ ദൈവം എന്തിനാ എനിക്ക് തന്നത്? ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നു? എന്തിനാ ഞാൻ ഇവിടെ വന്നത്? ഒന്ന്, നീ പടക്കളത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടാനാ. രണ്ട്, അല്ലെങ്കിൽ സഹോദരന്മാരുടെ മുൻപിൽ നിന്നെ മാനിക്കാനാ. മൂന്ന്, ദൈവം എന്നെ അയച്ചിട്ടാ ഞാൻ ഇവിടെ വന്നത്. നാല്, നാം കേട്ടു, നിന്റെ സാക്ഷ്യം മറ്റുള്ളവർക്ക് അനുഭവമായി മാറാൻ വേണ്ടിയാ. परेशानियां होती है और आपको जॉब नहीं मिलती आपकी शिक्षा के अनुसार, तो परमेश्वर भी इन जो है उत्तर इस प्रकार देता है। पहली बात, तू इसलिए यहाँ पे आया है ताकि तू युद्ध की भूमि में लड़ सके। दूसरी बात, परमेश्वर ने आपको अपने भाइयों के बीच में मान सम्मान देने के लिए आपको यहाँ लेके आया है। तीसरी बात कि परमेश्वर ने जो है परमेश्वर आपको यहाँ लेके आया, इसलिए आप यहाँ आए हैं। और चौथी बात, आपके जीवन की गवाहियों को अनेक लोगों तक देने के लिए परमेश्वर आपको यहाँ लेके आया है। അനുഭവം വേണ്ടേ ദൈവസന്നിധിയിൽ വളരാൻ? വേണ്ടേ? और अनुभव नहीं चाहिए क्या परमेश्वर की संगति में बढ़ने के लिए? അനുഭവം വേണം. और अनुभव हमारे लिए होना चाहिए। എൻ്റെ ദൈവത്തിനറിയാം ഒരിക്കൽ ഇവൻ പടക്കളത്തിൽ നിൽക്കുമെന്നുള്ളത് സർവശക്തനായ ദൈവത്തിനറിയാം. और मेरा परमेश्वर जानता है कि आप युद्ध की भूमि में खड़े होंगे, इस प्रकार हमारा परमेश्वर जानता है। അതുകൊണ്ടാണ് ആദ്യ സമയത്ത് അവന് ദൈവം ചില സാക്ഷ്യങ്ങൾ കൊടുത്തത്. इसलिए परमेश्वर ने उसके जीवन में कुछ गवाहियों को दिया। ഞാൻ ചോദിക്കട്ടെ, അവൻ ആ പടക്കളത്തിൽ നിന്നപ്പോൾ അവർ ചോദിക്കും, നിനക്ക് പറയാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ രണ്ട് സംഭവങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ വല്ലതും ഉണ്ടോ? और अगर वो युद्ध की भूमि में खड़ा था, कोई पूछता कि तूने ऐसा क्या कर दिया है कि तू यहाँ खड़ा है, अगर ये घटनाएं नहीं हुई होती तो वो कुछ नहीं बोल पाता। എന്റെയും നിങ്ങളുടെ ശുശ്രൂഷയിൽ, വിശ്വാസ ജീവിതത്തിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പിന്നാമ്പുറങ്ങളിൽ ചില അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ വരുന്ന കാലങ്ങളിൽ നമുക്ക് ആത്മീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. और मेरे और आपके जीवन में कुछ अनुभव होंगे, तभी हम अपने आगे के आत्मिक जीवन में दृढ़ता से खड़े हो पाएंगे। പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായത് നാളെയുടെ നീളയിൽ നിനക്ക് ചിലത് പറയാൻ വേണ്ടിയാ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നത്. और परेशानियां आपके जीवन में इसलिए है ताकि आगे आने वाले समय में आप कुछ बोल सके, इसलिए ये परेशानियां हैं। നിന്റെ അനുഭവങ്ങൾ പുസ്തക ചുരുളിൽ നിന്നും എഴുതിയെടുത്ത അനുഭവങ്ങളല്ല, ജീവിതത്തിന്റെ ഹൃദയത്തിൽ അനുഭവിച്ച അനുഭവങ്ങളാ നിന്റെ വിശ്വാസത്തെ നിലനിർത്തുന്നത്. और आपका जो है अनुभव वो किसी पुस्तक में से लिखी नहीं गई, बल्कि आपने जो अनुभव किया है वो ही अनुभव है। ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ ഇടയന്മാര് മാത്രം അറിഞ്ഞ വിഷയം ഇപ്പൊ ബെത്ലഹേമിൽ, ഇസ്രായേലിലൊക്കെ അറിഞ്ഞു. ഞാൻ ദൂത് പറയാം, ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നതിന് നിന്റെ റേഞ്ച് കൂട്ടാനാ. और आपके जीवन में इसलिए परेशानियां हो रही है ताकि आपका रेंज बढ़ जाए। കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. എന്താ ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ? അനുജേ, ജീവിതത്തിലൊക്കെ വിഷയങ്ങൾ കൂടുന്നതും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന എന്നറിയാമോ? കുടുംബത്തിലും സമൂഹത്തിലും നിന്റെ റേഞ്ച് കൂട്ടാൻ വേണ്ടിയാ.
और ये जीवन में परेशानियां इसलिए हो रही है ताकि आपके जीवन का रेंज परमेश्वर बढ़ा सके। റേഞ്ച് കൂട്ടണമെങ്കിൽ നമുക്ക് ചില അനുഭവങ്ങൾ വേണം. और आपके जीवन का रेंज बढ़ना है तो हमारे जीवन में कुछ अनुभव होना चाहिए। ഇപ്പൊ ഗ്രാമങ്ങളെല്ലാം അറിഞ്ഞു, और अभी गांव के लोग सब जान गए പട്ടണങ്ങളെല്ലാം അറിഞ്ഞു. और नगरिया सब जान गई। ആദ്യം ആരൊക്കെ അറിഞ്ഞത്? ഇടയന്മാര് മാത്രമേ അറിഞ്ഞുള്ളൂ. पहले तो चरवाहों को पता चला। ഇപ്പൊ ഗ്രാമങ്ങളും പട്ടണങ്ങളും ദേശങ്ങളും അവസാനം അറിഞ്ഞ ആരാന്നറിയാമോ? രാജാവ് വരെ അറിഞ്ഞു. अभी गांव शहर सब लोगों ने जान लिया और लास्ट में किसे पता चला? राजा को भी पता चल गया। ജീവിതത്തിൽ വേദനയും പ്രശ്നങ്ങളും ആവലാദികളും പിറുപിറുപ്പുകളും കണ്ണുനീരും ഉണ്ടാകുന്നത് നിന്റെ റേഞ്ച് കൂട്ടാനാണെന്നുള്ളത് ഇന്ന് പകൽ ദൂത ദൈവമക്കൾക്ക് ഞാൻ കൈമാറി. और जीवन में परेशानियां मुसीबतें क्यों आती है? ताकि परमेश्वर आपके रेंज को बढ़ा सके। അടുത്ത എന്തിനാ നീ ഇവിടെ വന്നതെന്നുള്ളതിന്റെ അടുത്ത ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. 5-ാമത്തെ ഉത്തരമാണ് നീ എന്തിനിവിടെ വന്നു. 38-ാമത്തെ വാക്യം 38. ആ ആ ആ ഇവിടെ നീ എന്തിനാ വന്നെന്നുള്ളതിന്റെ 5-ാമത്തെ ഉത്തരം എന്താണെന്ന് അറിയാമോ? ഈ സാക്ഷ്യം രാജാവ് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു. और 5वां इसका उत्तर क्या है कि तू यहाँ आया है कि इस गवाही को जो है राजा भी पता चलना है। राजा को भी ചില വേദനകളും ശോധനകളും അത് നിന്റെ അസറ്റാണെന്ന് പറയാൻ കഴിയണം. और जीवन में कुछ जो है दर्द मुसीबत ये सब आपके जो है जो पुश्तैनी है इस प्रकार जाना है। നീ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭാരങ്ങളും നൊമ്പരങ്ങളും കുടുംബ വിഷയങ്ങളും ഭർത്താവിന്റെ വിഷയങ്ങളും ഭാര്യയുടെ വിഷയങ്ങളും സഭയുടെ വിഷയങ്ങളും ഒക്കെ എന്നാണെന്നറിയാമോ? അത് നിന്റെ ആത്മീക ജീവിതത്തിൽ ഒരു അസറ്റായി മാറട്ടെ, ഒരു വിതവിടിപ്പുള്ള വസ്തുവായി മാറട്ടെ. और आपके जीवन में जो कुछ भी हुआ है, चाहे वो पति का विषय हो या पत्नी का विषय हो या कोई भी परिस्थिति हो, ये सब कुछ ये मूल्यवान रहे इसलिए होना है। എന്തിനാണ് എന്റെ ജീവിതത്തിലെ വിഷയങ്ങള്? और आपको इस प्रकार आप सोच रहे होंगे कि हे प्रभु क्यों मेरे जीवन में നമ്മളൊക്കെ ऐसा विषय ചോദിക്കുന്നില്ല, है? കർത്താവ് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ മാത്രം ഈ വഴികളിൽ കൂടെ എന്നെ കടത്തി വിടുന്നത്? और हम सब पूछते हैं कि हे परमेश्वर इन रास्तों से आप हमें क्यों ले जाते हो? എന്തായാലും ഉത്തരം ഇതേ ഉള്ളൂ, അവരനുഭവിച്ച വഴികളിൽ കൂടെ അല്ല എന്റെ ദൈവത്തിന് നിന്നെ നടത്താൻ ഇഷ്ടം. और इसका आंसर यही है कि जैसे वो लोग गए वैसे नहीं, परमेश्वर आपको अलग रास्ते से ले जाना चाहता है। 6-ാമത് നീ എന്തിനിവിടെ വന്നു എന്നുള്ളതിന്റെ 6-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അതിന്റെ 45-ാമത്തെ വാക്യം. और उसका 6वीं उत्तर उसके 45 वर्स में लिखा हुआ है। ആ ആ നീ എന്തിനിവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന്റെ 6-ാമത്തെ ഉത്തരം എന്റെ ദൈവം ആരാണെന്ന് തെളിയിക്കാൻ ഞാൻ ഇവിടെ വന്നു. और जो है तू यहाँ क्यों आया है, उसकी 6वां उत्तर यही है कि मेरा परमेश्वर कौन है, इसको प्रकट करने के लिए मैं यहाँ आया हूँ। കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. എന്തിനാ നീ പട്ടണത്തിൽ വന്നത്? എന്റെ ദൈവം ആരാണെന്ന് തെളിയിക്കാനാ. और आप क्यों इस शहर में आए हैं? आपका परमेश्वर कौन है ये प्रकट करने के लिए आप आए എന്തിനാ हैं। ജീവിതത്തിൽ ശോധനകളും പ്രയാസങ്ങളും വന്നത്? എന്റെ ദൈവത്തിന്റെ പവർ നിന്നെ കാണിക്കാൻ വേണ്ടി. और क्यों परमेश्वर ने आपके जीवन में परेशानियों को दिया है? ताकि आपके जीवन में उसकी सामर्थ्य प्रकट हो। കൂടെ നിന്ന് അഭിപ്രായം പറയാൻ ഒരുപാട് പേര് കാണും. और साथ में खड़े होकर जो है बोलने के लिए अनेक लोग होंगे। നിന്നെ പ്രശ്നത്തിലേക്ക് തള്ളിയിടാൻ ഒരുപാട് പേര് കാണും. और बहुत लोग आपको मुसीबत में धकेल देंगे, ऐसे अनेक लोग होंगे। എന്നാൽ ഓർത്തോ, നിന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നത് എന്റെ ദൈവത്തിന്റെ പവർ അവരെ കാണിക്കാൻ വേണ്ടിയാ. और लेकिन इस बात को याद रखिए, हालेलुया। आपको मेरा परमेश्वर यहाँ इसलिए लाया है ताकि आपके सामर्थ्य को वो दिखा सके। അങ്ങനെ ദാവീദ് മുൻപോട്ട് പോകാൻ തുടങ്ങി. और उसी तरह दाऊद आगे की ओर चला गया। 48-49 വാക്യം 48 and 49. ആ അപ്പൊ ഇവിടെ കണ്ടോണം, ഫെലിസ്ത്യൻ ദാവീദിന് നേരെ വരുമ്പോൾ ദാവീദ് അവന്റെ നേരെ എങ്ങനെ ചെന്ന വചനത്തിൽ കൊടുത്തിരിക്കുന്നത്? ബന്ധപ്പെട്ട്. ഹിന്ദി വായിച്ചത്. और जब फिलिस्ती उठकर दाऊद का सामना करने के लिए निकट आया
तब दाऊद सेना की ओर फिलिस्ती का सामना करने के लिए फुर्ती से उठा കണ്ടോ, ബന്ധപ്പെട്ട് ശത്രുവിന്റെ നേരെ പോവാ. और फुर्ती से शत्रु के ओर जाए. അപ്പൊ ഈ ഉപവാസം എന്നൊക്കെ പറയുന്നത് ഒരു ബന്ധപ്പാടാണ്. और जो है उपवास करना एक फुर्ती करना है. അതെന്നറിയാമോ, വിഷയത്തിലേക്ക് ചെല്ലുക. और उपवास जो है विषय की ओर जा रहे हैं. പ്രാർത്ഥന ഒരു ബന്ധപ്പാടാണ്. और जो है प्रार्थना एक फुर्ती है. ശത്രുവിനോട് പോരാടാൻ ചെല്ലുന്നതാ പ്രാർത്ഥന. और शत्रु के सामना करने का एक टूल है जो है. പ്രസംഗം ഒരു ബന്ധപ്പാടാ. और प्रचार करना एक फुर्ती है. ജനങ്ങളുടെ വിടുതലിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാ ബന്ധപ്പാടാ. और लोगों का छुड़ाना एक जो है फुर्ती है. ഇവിടെ മല്ലനായ ഗോലിയാത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് അവന്റെ അടുത്തോട്ട് പോകുന്നതിന്റെ കാരണം അവനറിയാം, ഇന്ന് ഞാൻ അല്പം ബന്ധപ്പെട്ടാലും നാളെ എനിക്ക് മറുപടി ഉണ്ട്. और जो है शत्रु जो फिलिस्ती उसके पास आ रहा था, तो वो फुर्ती करके वो सोच रहा था अगर मैं फुर्ती करूं तो कल मेरे लिए छुटकारा है. ജീവിതത്തിൽ ചില ബന്ധപ്പാടുകൾ സഹിക്കണം കേട്ടോ. और जीवन में कुछ फुर्ती को अनुभव करना जरूरी ചില है. മറുപടി വേണമെങ്കിൽ ബന്ധപ്പാട് സഹിക്കണം. और कुछ उत्तर चाहिए तो आपको जो है फुर्ती करनी होगी. ദൈവത്തിന്റെ പവർ എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ചില ബന്ധപ്പാടിൽ കൂടെ പോണം. और परमेश्वर के सामर्थ्य को अनुभव करने के लिए कुछ फुर्ती करनी होगी. പോകുന്ന വഴിയിൽ ഒരു തോട്ടിൽ നിന്ന് 5 കല്ലെടുത്ത് തന്റെ ബാഗിലിട്ടു. और जब जा रहा था तो 5 चिकने पत्थर उसने ले लिए थे. പ്രശ്നങ്ങളിലേക്ക് പോവാ. और वो मुसीबत की ओर जा रहा है. പടക്കളത്തിലേക്ക് പോവാ. और युद्ध की भूमि में जा रहा है. ഒരു കരുതൽ അവന്റെ പോക്കറ്റിൽ. और उसने कुछ जो है अपने पास रखा ഒരു है. ആത്മീക ജീവിതത്തിൽ നിൽക്കുന്ന ഒരു ദൈവവേദന ഓർത്തോണം, നമ്മൾ എപ്പോഴും പോർക്കളത്തിലേക്കുള്ള യാത്രയിലാണ്. और हम जब युद्ध भूमि में जा रहे हैं तो आत्मिक लोग इस प्रकार सोचे कि हम युद्ध के लिए तैयार रहे. എപ്പോഴും നമുക്കൊരു കരുതൽ ഉണ്ടാകണം. और हम हमेशा तैयारी के साथ जाए. അവനങ്ങോട്ട് ചെന്നതുമല്ല, ദൂരവേ നിന്ന് മല്ലനായ ഗോലിയാത്തിനെ കാണുകയാണ്. और वो वहां पहुंचा ही नहीं था, बल्कि दूर से गोलियात को उसने देख लिया. ബാഗിലേക്ക് കൈയിട്ടു, ഒരു കല്ലെടുത്തു. और बैग में उसने हाथ डाला और एक पत्थर निकाला. ആ കല്ലവൻ കവണയിലേക്ക്, ഇതിന്റെ ആ വശത്തിലെ കവണയിലേക്ക് അതിനെ ഘടിപ്പിച്ചു. और उसने जो है गुलेल में वो पत्थर को रखा. അത് വലിച്ച് ഒറ്റ എയ്ത്തായിരുന്നു മല്ലന്റെ തിരുനെറ്റിയിൽ കൊണ്ടു. और उसने जो है जोर से उसको फेंका और वो गोलियात के जो माथे पे जा लगा. നിനക്കിന്നുള്ള ജോലി അതൊരു സക്സസ്. और आपके पास जो जॉब है वो एक सक्सेस है. ഒരു തലമുറയുള്ളത് അത് സക്സസ്. और एक बच्चा है ये एक सक्सेस है. ഒരു സഭയുള്ളത് അത് സക്സസ്. और एक कलीसिया है ये एक सक्सेस है. ഒരു കുടുംബമുള്ളത് അത് സക്സസ്. एक जो है परिवार है वो एक सक्सेस है. ഇവൻ ഒന്നായേ എടുത്തുള്ളൂ, ഒരു കല്ലേ എടുത്തുള്ളൂ. और उसने एक ही पत्थर को निकाला. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നം അത് ജീവിതത്തിൽ സക്സസ്. और एक प्रश्न जो है एक विपरीत परिस्थिति आपके जीवन में आई वो सक्सेस है. ബാക്കി 4 തൊടാൻ ദൈവം അനുവദിച്ചില്ല. बाकी 4 उसने वहाँ छुआ नहीं, उसके लिए परमेश्वर ने उसे नहीं दिया मौका. നിനക്കുള്ള വിടുതൽ ഈ ഒറ്റ വിഷയത്തിലുണ്ട്. और आपका जो है इस एक विषय में आपका छुटकारा है. നിനക്കുള്ള കരുതൽ ഈ ഒരു കല്ലിലുണ്ട്. और आपका जो तैयारी आपके एक पत्थर में है. നിനക്കുള്ള മറുപടി ഈ ഒരു കല്ലിലുണ്ട്. और आपके लिए उत्तर इस एक पत्थर में है. എന്താണെന്നറിയാമോ, ഒറ്റ കല്ലിൽ പ്രശ്നം തീർന്ന എന്താണെന്ന് അറിയാമോ? और एक पत्थर में प्रश्न जो उसका विपरीत परिस्थिति കാരണം जो അവൻ ഈ समाप्त हो जाएगा. പ്രശ്നത്തിലേക്ക് ചെല്ലുന്നതിന് മുന്നമേ ചില ബന്ധപ്പാടുകൾ സഹിച്ചു. क्योंकि वो उस परेशानी में जाने से पहले उसने फुर्ती को दिखाया. ജീവിതത്തിൽ ചില ബന്ധപ്പാടുകൾ സഹിച്ചാൽ മറുപടി വേഗത്തിലാണ്. और जीवन में कुछ फुर्ती उठाएंगे तो आपका उत्तर शीघ्र ജീവിതത്തിൽ ചില मिलेगा. ബന്ധപ്പാടുകൾ സഹിച്ചാൽ ശത്രു നിന്റെ മുൻപിൽ വീഴുന്നത് പെട്ടെന്നാ. और अगर आमेन. आप फुर्ती करोगे तो शत्रु आपके सामने फटाफट गिर जाएगा. നീ എന്തിനിവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന്റെ അടുത്ത ഉത്തരം കൂടെ പറഞ്ഞു നിർത്താം. और तू यहाँ क्यों आया है उसका अगला उत्तर भी देखकर मैं അതിന്റെ समाप्त करूंगा. 39ാമത്തെ വാക്യം 39. നീ എന്തിനിവിടെ വന്നു എന്നുള്ളതിന്റെ അടുത്ത ഉത്തരം 39. ഉം. 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 നീ എന്തിനിവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന്റെ അവസാന ഉത്തരം ഇതാ: നിങ്ങൾ മനസ്സിലാക്കിയതല്ല,
വിടുതലിൻ്റെ ആധാരമെന്ന് മനസ്സിലാക്കാനാണ് ഞാനിവിടെ വന്നത്. और आप यहाँ क्यों आए हैं, जो आपने समझा वो मैंने नहीं समझा, इस एक जो है ज्ञान के साथ मैं यहाँ आया हूँ. ദൈവം തരാത്തതൊന്നും നമുക്ക് വേണ്ടെന്ന്. और परमेश्वर ने जो हमें नहीं दिया वो हमें नहीं चाहिए. ശൗലി പടയങ്കിയും പടക്കോപ്പുകളും ആയുധങ്ങളും ഒക്കെ പിടിച്ച് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ദാവീദിന്റെ ദേഹത്തോട്ട് ഇട്ടതുമല്ല, അവന് നടക്കാൻ പോലും പറ്റിയില്ല. കാരണം എന്നറിയാമോ? അതിൻ്റെ ചരിത്രം പറയുന്നത് കിലോഗ്രാം അല്ലെങ്കിൽ വെയിറ്റുള്ള ഈ ആയുധങ്ങളും ഈ വസ്ത്രങ്ങളുമൊക്കെ ധരിക്കാൻ ശീലമില്ലാത്തവനാ. അവനതെല്ലാം ഊരി വെച്ചു. ഇന്ന് പകൽ ഓർത്തോ, നീ എന്തിനിവിടെ വന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ അവസാനം ഉത്തരം ഇതാ: ലോകം കണ്ട ആയുധം പോലെയല്ല എൻ്റെ ദൈവത്തിൻ്റെ ആയുധമെന്ന് നിന്നെ ധരിപ്പിക്കാനാ ഞാൻ ഇവിടെ വന്നത്. और जो है उस समय इतिहास में पता ऐसे होता था कि जो युद्ध के लिए जाते थे वो लोहे के बड़े बड़े जो पहनवावा पहन के जाते थे, और उसका जो है दाऊद को बिल्कुल वो परिचित नहीं था उससे, और वो नहीं वहाँ पे पहन के गया. ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ട്. और परमेश्वर के वायदे हमारे जीवन में बहुत ദൈവിക है. അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. और जीवन में परमेश्वर के अनुभव बहुत ദൈവിക है. സന്തോഷങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിലുണ്ട്. परमेश्वर के आनंद बहुत सारे हमारे जीवन में है. സഹോദരൻ ചോദിക്കുകയാ, നീ എന്തിനിവിടെ വന്നു? और भाई इस प्रकार पूछ रहा है कि तू क्यों आया. ദാവീദ് പറയുകയാ, ഞാൻ പട കാണാൻ വന്നതല്ല, പടക്കളത്തിൽ പോരാടാൻ വന്നതാ. दाऊद बोल रहा है, मैं लड़ाई देखने नहीं आया बल्कि युद्ध की भूमि में जीतने के लिए आया हूँ. നീ എന്തിനിവിടെ വന്നു എന്നുള്ള ഏലിയാവിന്റെ ചോദ്യത്തിന് രണ്ടാമത് ദാവീദ് കൊടുത്ത മറുപടി ഇതാ: എൻ്റെ ദൈവം എന്നെ ഇവിടെ വിട്ടതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. और उसका दूसरा जवाब इस प्रकार था कि तू यहाँ क्यों आया है, क्योंकि मेरे परमेश्वर ने मुझे भेजा है. മൂന്ന്, നീ എന്തിനിവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന് ദാവീദ് കൊടുത്ത മറുപടി ഇതാണ്. ഹല്ലേലൂയ. എന്തെന്ന് ചോദിച്ചാൽ, നിന്ദിച്ചവനായ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അവന്റെ പവർ കാണിക്കാനാ ഞാൻ ഇവിടെ വന്നത്. और तीसरा ये है कि तू क्यों यहाँ आया है, निंदा करने वाले परमेश्वर के सामर्थ्य को दिखाने നീ के लिए എന്തിനിവിടെ यहाँ വന്നു आया. എന്നുള്ള ചോദ്യത്തിന് അഞ്ചാമത് ദാവീദ് കൊടുത്ത ഉത്തരം എന്നാണെന്നറിയാമോ? എന്റെ പുറകിലെ ചില സാക്ഷ്യങ്ങൾ ലോകത്തോട് പറയാനാ ഞാൻ ഇവിടെ വന്നത്. और तू यहाँ क्यों आया है, उसका ये वाला उत्तर है कि मेरे पिछले जीवन में जो गवाही थी उसकी गवाही देने में यहाँ आया हूँ. അവസാനമായി നീ എന്തിനിവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന് അവൻ കരമുയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ കയ്യിരിക്കുന്ന പടക്കോപ്പുകളും പടയങ്കികൾ കൊണ്ടല്ല ഇവനെ ഞാൻ വീഴ്ത്താൻ പോകുന്നത്. ലോകം തരുന്ന ആയുധമല്ല എൻ്റെ കയ്യിലുണ്ട്. അവനെ വീഴ്ത്താനുള്ള ആയുധമെന്ന് തെളിയിക്കാനാ ഞാൻ ഇവിടെ വന്നത്. और मैं यहाँ पे हालेलुया. इसलिए यहाँ जय प्राप्त करने के लिए संसार जो टूल्स देता है उसकी सहायता से नहीं, बल्कि परमेश्वर की सहायता से मैं इसे हराने आया നമ്മുടെ हूँ. കണ്ണുകൾ ദൈവസ്ഥനടക്കം ഇന്ന് പകൽക്കാലം അവരോട് തന്നെ ചോദിച്ചേ: